പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കനത്ത യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന വ്യോമ മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോൾ ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറുകളെല്ലാം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ. വിവരങ്ങൾ വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം US സെൻട്രൽ കമാൻഡ് ഇറാന്റെ വിവിധ നഗരങ്ങളിൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടത്തുന്നത്. ഇറാൻ തീരദേശത്തെ റഡാർ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, ചെറിയ യുദ്ധക്കപ്പലുകൾ എന്നിവ ലക്ഷ്യമിട്ട് 300-ലധികം സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക ഇതിനകം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, കേഷ് ദ്വീപ്, സിരിക്, ജാസ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബുഷീറിലെ ഇറാന്റെ ഏക ആണവ നിലയത്തിന് തൊട്ടടുത്തും ആക്രമണം നടന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആണവ നിലയത്തിന് തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മറ്റ് പലയിടങ്ങളിലായി സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. സിവിലിയൻ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ സൈനിക ശേഷി തകർക്കാനാണ് തങ്ങൾ ഈ ആക്രമണം നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ അമേരിക്കയുടെ ഈ കടുത്ത നീക്കത്തിന് തൊട്ടു പിന്നാലെ ഇറാനും തങ്ങളുടെ കനത്ത തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. I4NI അഥവാ കണ്ണിന് പകരം കണ്ണ് എന്ന് പേരിട്ട സൈനിക ഓപ്പറേഷനിലൂടെ ഇറാൻ തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് പ്രത്യാക്രമണം നടത്തിയത്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടതായാണ് വിവരങ്ങൾ. കുവൈത്തിലെ അലി അൽ സലീം വ്യോമതാവളത്തിലെ ഇന്ധന ടാങ്കുകളും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തങ്ങൾ പൂർണ്ണമായി തകർത്തതായി ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നു. ബഹ്റൈനിലെ US ഡ്രോൺ കമാൻഡ് സെന്ററും ജോർദാനിലെ US ഇന്ധന സംഭരണശാലകളും ആക്രമിക്കപ്പെട്ടു. ഇതോടെ ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവപ്പെടുന്നത് ഹോർമൂസ് കടലിടുക്കിലാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷാ ഗ്യാരണ്ടി നൽകില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഈ അന്താരാഷ്ട്ര കപ്പൽ പാത പ്രായോഗികമായി അടഞ്ഞ മട്ടാണ്. സാധാരണ ദിവസങ്ങളിൽ പ്രതിദിനം 130ഓളം വലിയ ചരക്കു കപ്പലുകൾ കടന്നു പോകാറുള്ള ഈ കടലിടുക്കിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വെറും 6 മുതൽ 9 കപ്പലുകൾ മാത്രമാണ് സഞ്ചരിച്ചതെന്ന് സാറ്റലൈറ്റ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും കപ്പൽ ഗതാഗതം സുരക്ഷിതമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി കപ്പൽ കമ്പനികൾ വലിയ ഭീതിയിലാണ്. ഈ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ലോകം പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണക്കടത്തിന്റെ 1/5 നടക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ഒറ്റയടിക്ക് 4% വർദ്ധിച്ച് ബാരലിന് $80 അടുത്തു കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ എണ്ണവില ഇനിയും കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ലോകമെമ്പാടും വലിയ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ധനവില വർധനവ് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ കടുത്ത ദുരന്തം മുന്നിൽ കണ്ട് ഇരു വിഭാഗത്തോടും പിന്മാറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളെല്ലാം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അമേരിക്കയ്ക്ക് സൈനിക മേധാവിത്വം ഉണ്ടെങ്കിലും ഇറാനുള്ള മിസൈൽ ഡ്രോൺ ശേഷിവെച്ച് അവരെ പൂർണ്ണമായി തളർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും പാകിസ്ഥാനും സമാധാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്.